ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് കണ്ണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും സുന്ദരമായ ഭാഗങ്ങളിൽ ഒന്നാണ് കണ്ണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് കണ്ണ് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഹൃദയം പോലെ തന്നെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവമാണ് കണ്ണ്. പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അടച്ചു തുറക്കുക എന്നതാണ്. എന്തിനാണ് ഇങ്ങനെ അടച്ചു തുറക്കുന്നത് എന്ന് വെച്ചാൽ കണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നതിനും സ്വാഭാവികത നിലനിർത്തുന്നതിനും വേണ്ടിയാണ്. കണ്ണിൽ എപ്പോഴും കണ്ണുനീരുണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കണ്ണുനീര് ഉണ്ടാകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കണ്ണിലേക്ക് വരുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിനും കണ്ണിൽ മോയ്സ്ചറൈസേഷൻ ഉണ്ടാകാനും വേണ്ടിയാണ്. ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കണ്ണിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പരിസര മലിനീകരണമാണ്. അതായത് വാഹനങ്ങളുടെ പുക, പൊടിപടലം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ കണ്ണിന് ഡാമേജും ചൊറിച്ചൽ പോലെയുള്ള കാരണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് കണ്ണിനെ റെസ്റ്റ് കൊടുക്കാതെ സ്ഥിരമായി പുസ്തകം വായിക്കുക. അതുമൂലം കണ്ണിന് വളരെയധികം സ്ട്രെയിൻ ഉണ്ടാകുന്നു. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതുപോലെ കണ്ണട ഉപയോഗിച്ചു തുടങ്ങിയാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ ലെൻസ് അല്ലെങ്കിൽ പവർ മാറ്റേണ്ട സാഹചര്യം വരാറുണ്ട്. ചില ആളുകൾക്ക് ലെൻസ് മാറ്റേണ്ട ആവശ്യകതയെ പറ്റി മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ അതേ ലെൻസ് തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇത് കണ്ണിന് പലപ്പോഴും ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. മറ്റൊരു കാരണമാണ് പെർഫ്യൂംസ്. അതായത് പെർഫ്യൂം അടിക്കുന്ന സമയത്ത് അറിയാതെ കണ്ണിലേക്ക് തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്. ഇതും കണ്ണിന് ഡാമേജ് ഉണ്ടാക്കുന്നു. മറ്റൊരു കാരണമാണ് കണ്ണ് വല്ലാതെ തിരുമുന്നത്. കണ്ണു തിരുമുന്നത് വളരെ ദോഷകരമായ കാര്യമാണ്. ഇതിലൂടെ കണ്ണിന്റെ ഞരമ്പുകൾ പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. മറ്റൊരു കാരണമാണ് കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും ഒക്കെ വളരെയധികം ഉപയോഗം. ഇത് കണ്ണിന് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഒന്നാമത്തേത് കണ്ണിലെ നീരുകളൊക്കെ വറ്റി കണ്ണ് ഡ്രൈ ആകുന്നു. മറ്റൊന്ന് കണ്ണ് എരിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നമ്മൾ പല കാഴ്ചകളും കാണുമ്പോൾ വ്യക്തത ലഭിക്കാത്ത രീതിയിലേക്ക് മാറുന്നു. കണ്ണിന്റെ കൃഷ്ണമണിക്ക് ചുറ്റും ചുവപ്പ് നിറം പടരുക, കണ്ണ് ഡ്രൈ ആവുക എന്ന് കണ്ടുവരാറുണ്ട്. അതുപോലെ കണ്ണ് സെൻസിറ്റീവ് ആകുന്നത് ലൈറ്റിലേക്ക് നോക്കുമ്പോൾ, അതായത് കണ്ണിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ചെറിയ ലൈറ്റിന്റെ വെട്ടമാണെങ്കിൽ പോലും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാവുക, കണ്ണു തുറക്കാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടാകുന്നു. സ്ക്രീനിൽ കാണുന്ന നീല വെളിച്ചം അല്ലെങ്കിൽ ആ വെളിച്ചത്തിന്റെ പലപ്പോഴുള്ള ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ നല്ലൊരു ഉപാധിയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ആയ ഐ എനർജി. കണ്ണിന്റെ കൃത്യമായ പരിചരണത്തിനും വേണ്ടി നമ്മുടെ കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഒരു മികച്ച ഉൽപ്പന്നമാണിത്. വളരെ നോർമൽ കോമ്പിനേഷനുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണിത്. ഇക്കാലത്ത് കണ്ണിന്റെ സംരക്ഷണത്തിന് എന്തുമാത്രം പ്രാധാന്യമാണുണ്ടെന്ന് മുമ്പ് പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ എല്ലാ ടെക്നോളജികളും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെയാണ് നടക്കുന്നത്. ഇതുമൂലമൊക്കെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മുടെ ഐ എനർജി വളരെയധികം സഹായിക്കുന്നു. ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി മുരിങ്ങ. ആഹാരത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് കണ്ണിന് വളരെയധികം നല്ലതാണ്. മുരിങ്ങ ഇല കഴിക്കുന്നതിലൂടെ വൈറ്റമിൻ എ നല്ല രീതിയിൽ ലഭിക്കുന്നു. അതുപോലെ കണ്ണ് ചുവക്കുന്നത് മാറാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ടായാൽ പോലും അത് മാറുന്നതിനും മുരിങ്ങ വളരെയധികം നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തേത് കർപ്പൂരമാണ്. കണ്ണിന് നല്ല കുളിർമ അല്ലെങ്കിൽ തണുപ്പ് നൽകാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ഇത് കണ്ണിന് നല്ല എനർജി ഉണ്ടാകാൻ സഹായിക്കുന്നു. ഇതൊരു ആന്റി ബാക്ടീരിയൽ ആണ്. കണ്ണ് വളരെ സെൻസിറ്റീവ് ആയ ഒരു ഭാഗമായത് കൊണ്ട് ബാക്ടീരിയകളും ഫംഗസും ഒക്കെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിനെ തടയാൻ കർപ്പൂരം വളരെയധികം സഹായിക്കുന്നു. അടുത്തത് റോസ് വാട്ടർ ആണ്. കണ്ണിന് നല്ലൊരു കൂളിംഗ് കിട്ടാൻ വേണ്ടി ഇത് വളരെയധികം സഹായിക്കുന്നു.
അതുപോലെ ഇതൊരു ആന്റി ബാക്ടീരിയലും കൂടിയാണ്. അടുത്തത് മരമഞ്ഞളാണ്. ഇത് ആന്റി ഫംഗലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ആന്റി ബാക്ടീരിയൽ ആണ്. ചെറിയ പൊടിപടലങ്ങളൊക്കെ കണ്ണിലേക്ക് കയറുന്ന സമയത്തുണ്ടാകുന്ന മുറിവ് മാറ്റാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തത് പുനർനവയാണ്. ഇതൊരു ആന്റി ഫംഗലാണ്, ആന്റി ബാക്ടീരിയലുമാണ്. കണ്ണിന് ഇൻഫെക്ഷൻ വരാതെ ഇത് വളരെയധികം നമ്മെ സഹായിക്കുന്നു. നോർമൽ കോമ്പിനേഷനിലുള്ള കണ്ടന്റുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു പ്രോഡക്ട്സും വേറെ നിലവിൽ ഇല്ല. ഇനി ഈ ഉൽപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണ് ഡ്രൈ ആവാതെ സൂക്ഷിക്കുന്നു. കണ്ണിൽ ചുവപ്പ് നിറം ഉണ്ടാകുന്നത് കുറയ്ക്കുന്നു. ചൊറിച്ചിൽ ഉണ്ടാവാതെ സൂക്ഷിക്കുന്നു. എനർജി നിലനിർത്തുന്നു. കണ്ണിന് കുളിർമ ഉണ്ടാകാൻ വളരെയധികം സഹായിക്കുന്നു. ഇറിറ്റേഷൻ തടയുന്നു. ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കുന്നു. മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കാനും ഉണ്ടായ മുറിവുകൾ പെട്ടെന്ന് മാറാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് ആർക്കൊക്കെ നൽകാം എന്നും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും നോക്കാം. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ സംബന്ധമായ മേഖലയുമായി കടന്നു പോകുന്നവരാണ്. ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1-2 തുള്ളി വീതം രാവിലെയും രാത്രിയിലും ഉപയോഗിക്കുക. എന്നാൽ കമ്പ്യൂട്ടറോ മൊബൈലോ ഏറെ നേരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ 3 ഡ്രോപ്പ് വീതം 3 നേരം ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം ബോട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. പ്രായഭേദമന്യേ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണിത്. ഇത്രയുമാണ് എനിക്കിന്ന് പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിന്റെ റിസൾട്ട് പറയുവാണെങ്കിൽ, ഈ പ്രോഡക്റ്റിനെ പറ്റി കേട്ട് കഴിഞ്ഞ ശേഷം ഇത് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു. ഒരു രോഗിയെ കാണാനായിട്ടാണ്, റിലേഷനിലുള്ള ചിറ്റയുടെ മരുമോനെ കാണാനായിട്ടാണ് പോയത് വീട്ടിലേക്ക്. അപ്പൊ പന്തളത്ത് ചെല്ലാന്ന് വിചാരിച്ചപ്പോ എല്ലാവർക്കും അവിടെ ഈ കണ്ണിന് അസുഖമായിട്ടിരിക്കുകയായിരുന്നു. കണ്ണ് സൂക്കേട് വന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് പോകാതിരിക്കാനും പറ്റില്ല. വേറൊരു ദിവസം നമുക്ക് ഫ്രീയും ഇല്ല, പോയേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കിതൊന്ന് ഉപയോഗിച്ചിട്ട് പോകാന്ന്. അങ്ങനെ ഞങ്ങള് വീട്ടില് 2 മക്കളും ഹസ്ബൻഡും ഞാനും ഇത് ഉപയോഗിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പൊ ചെന്നപ്പോഴേക്കും മിക്കവർക്കും കണ്ണ് അവിടെ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഐ എനർജി കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചെന്നിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഇടവിട്ട് കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻഡിനും എനിക്കും ഇത് ഉപയോഗിച്ചു. എന്നിട്ട് വൈകിട്ട് വരെ അവിടെ ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ആർക്കും അത് യാതൊരു ഇൻഫെക്ഷനും ഉണ്ടായില്ല എന്നുള്ളതാണ്. അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏറെ നേരം നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ദിവസവും ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട്. അത്രയ്ക്കും നല്ല റിസൾട്ട് ആണ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കണ്ണിനൊരു ഇപ്പൊ ഏവരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ശക്തമായി ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഏവരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി ഈ ഡയസിലേക്ക് ഒരു പ്രോഡക്റ്റുമായി എത്താൻ കഴിഞ്ഞതിൽ GCയോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.